ലോകത്ത് ലോ ഓഫ് വേസ്റ്റഡ് എഫേർട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ചില ആളുകളൊക്കെ അതിനെ ഫെയിലിയർ എന്ന് വിളിക്കും. ശരിക്കും ഫെയിലിയർ അല്ല. ഒരു ഉദാഹരണം, നമ്മൾ കാണുന്നത് ലയൺ എപ്പോഴും മാനിനെ ഓടിച്ചിട്ട് പിടിക്കുന്നതല്ലേ. പക്ഷെ ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ 100 വട്ടം ലയൺ ഓടിയാൽ എത്ര വട്ടം മാനിനെ കിട്ടുമെന്നറിയോ? 80 വട്ടം കിട്ടൂല, 20 വട്ടമേ കിട്ടുള്ളൂ. അതായത് ഒരു 20% സക്സസ്ഫുൾ ആവുള്ളൂ. നമ്മൾ ഈഗിൾ ഇങ്ങനെ വന്നിട്ട് കടലിലിങ്ങനെ മുങ്ങിയിട്ട് മീനിങ്ങനെ എടുക്കണ്ടില്ലേ, അല്ലെങ്കിൽ മൃഗങ്ങളിങ്ങനെ എടുക്കാണ്ടില്ലേ. ചിലപ്പോൾ 10 വട്ടം ചാടിയാൽ 2 വട്ടം കിട്ടില്ല, 8 വട്ടം കിട്ടില്ല. അപ്പം ലയൺ ഒരിക്കലും കിട്ടിയില്ല ഞാൻ തോറ്റു എന്ന് പറഞ്ഞിട്ട് കീഴടങ്ങുന്നില്ലല്ലോ. അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് പിടിക്കലാണ്. അപ്പോൾ അത് ആ ഒരു ലോസ്റ്റ് എഫേർട്ട് ഇല്ലെങ്കിൽ, ലോ ഓഫ് ലോസ്റ്റ് എഫേർട്ട് ഇല്ലെങ്കിൽ 80 പ്രാവശ്യം 8 പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോഴല്ലേ 9ാമത്തെ പ്രാവശ്യം കിട്ടുന്നത്. അതായത് 8 പ്രാവശ്യം മുങ്ങി നോക്കുമ്പോഴല്ലേ 9ാമത്തെ പ്രാവശ്യം മീൻ കിട്ടുന്നത്. അതുപോലെ ഓഫീസിൽ നോക്കുകയാണെങ്കിൽ ഒരാൾ ഏകദേശം 10 പേര് ട്രൈ ചെയ്യുന്നുണ്ടാവും, പക്ഷെ 2 പേർക്കേ സെയിൽസ് ക്ലോസിങ് നടക്കുള്ളൂ, 8 ആൾക്കും നടക്കില്ല. അങ്ങനെയാണ് എല്ലാ ഓർഗനൈസേഷനും നടക്കുക. അപ്പം ലൈഫിൽ എപ്പോഴും ഈ 80-20 റൂള് ആപ്ലിക്കബിളാണ്. അതായത് 80% എഫേർട്ടും ആക്ച്വലി ലോസ്റ്റ് എഫേർട്ടാണ്. പക്ഷേ ഈ അച്ചീവ് ചെയ്യുന്ന 20% ഉണ്ടല്ലോ, അതിലേക്കുള്ള ചവിട്ടുപടികളാണ് ഈ അധ്വാനങ്ങൾ. ഇതിനെ ഫെയിലിയർ എന്ന് വിളിക്കുന്നവർ ലോകത്തെ ഏറ്റവും വലിയ പൊട്ടന്മാരാണ്. ഇറ്റ് ഈസ് ദ സ്റ്റെപ്പ് ടുവാർഡ്സ് ദാറ്റ് 20%.